മഹത്വപ്പെടട്ടെ. ഒരു നിമിഷം തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. മറയ്ക്കുമോർ കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന സന്ധ്യയ്ക്കായിട്ട് അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തോത്രം. പകൽക്കാലം ഞങ്ങളെ പരിപാലിച്ച എല്ലാ കരുണകളെയും ഞങ്ങൾ ഓർക്കുന്നു. ഈ സന്ധ്യായാമത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ച അങ്ങയുടെ അനന്തമായിരിക്കുന്ന സ്നേഹത്തിനും അനന്തമായിരിക്കുന്ന കരുണകൾക്കുമായിട്ട് ദൈവമേ നിനക്ക് സ്തുതി. 2024 വലിയ നോമ്പിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന നാളുകളിലേക്ക് ഞങ്ങൾ ചേർന്ന് വന്നിരിക്കുകയാണല്ലോ. കർത്താവെ, കൃപയോടുകൂടി നോമ്പ് ആചരിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കണമേ. തിരുവചനത്തിൻ്റെ താളുകളിൽ നോമ്പ് ആചരിച്ചതായിരിക്കുന്ന അങ്ങയെ പരീക്ഷിക്കുവാനായിട്ട് പരീക്ഷകൻ അടുത്തു വന്നതുപോലെ ഈ നാളുകളിൽ വരുന്ന പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപയും കരുത്തും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, നോമ്പിൻ്റെ ദിനങ്ങളിലെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കണമേ. കാനാവിലെ വിവാഹ വിരുന്നിൽ അങ്ങയുടെ വലിയ സാന്നിധ്യം ആ കുടുംബത്തിൻ്റെ സന്തോഷത്തെ സ്തോത്രമാക്കി ഭേദപ്പെടുത്തിയതുപോലെ കർത്താവെ, ഈ നാളുകളിലുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളെയും സ്തോത്രം അർപ്പിക്കുവാൻ തക്കവിധം അവിടുന്ന് ഭേദപ്പെടുത്തി നൽകണമേ. ഞങ്ങൾക്ക് വരുന്നതായിരിക്കുന്ന എല്ലാ ഉപദ്രവങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ഗുണകരവും ലാഭകരവുമാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥന പോലെ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ക്രമപ്പെടുത്തുകയും ധരിക്കുകയും ചെയ്യണമേ. ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനും ഉള്ളതായിരിക്കുന്ന കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, തിരുവചനത്തോടുള്ള ഒരു ആകർഷണം ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് അങ്ങ് ഞങ്ങളെ തിരുവചനത്തിൻ്റെ താളുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പിതാവിൻ്റെ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗത്തിലെ പിതാവിൻ്റെ കൃപ ഞങ്ങളോട് കൂടിയിരുന്ന് ഈ തിരുവചനത്തെ സ്നേഹിക്കുവാനും പഠിക്കുവാനുമുള്ളതായിരിക്കുന്ന ഒരു ആത്മാർത്ഥതയും ശക്തിയും ഞങ്ങൾക്കായിട്ട് ഒരുക്കി നൽകണമേ. ഈ സന്ധ്യ അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കണമേ. കുറവുകളും ബലഹീനതകളും തെറ്റുകളും എല്ലാം ക്ഷമിക്കണമേ. പാപം വന്നു പോയതെല്ലാം ക്ഷമിക്കണമേ. കർത്താവെ, നാളത്തെ തിരുബലിയിലേക്ക് ഞങ്ങളെ ഒരുക്കി തീർക്കണമേ. കർത്താവെ, അവിടുന്ന് ഗലീലായിൽ പ്രവർത്തിച്ച ആദ്യ അത്ഭുതത്തിൻ്റെ ആ ഞായറാഴ്ചയിലേക്ക് വിശുദ്ധിയോടുകൂടിയും എണ്മയോടുകൂടി പ്രവേശിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കൂടെയുള്ളവരെയും അവിടുന്ന് യോഗ്യരാക്കി തീർക്കണമേ. ഈ സന്ധ്യ അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കണമേ. പരിശുദ്ധ മാതാവിൻ്റെയും ശ്ലീഹന്മാരുടെയും പിതാക്കന്മാരുടെയും മധ്യസ്ഥത കാവലായിരിക്കണമേ. സഭയെയും സഭാഗാത്രത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാക്കന്മാരോട് കരുണയുണ്ടാകണമേ. വൈദികരെയും വൈദിക സെമിനാരികളെയും സംരക്ഷിക്കണമേ. എല്ലാ മഠങ്ങളെയും അതിനോടനുബന്ധമായിട്ടുള്ള സ്ഥാപനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സഭയുടെ എല്ലാ സ്ഥാപനങ്ങളിലും ദൈവാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ വ്യാപരിക്കണമേ. രോഗികളായിരിക്കുന്ന എല്ലാവരോടും കരുണയുണ്ടാകണമേ. ആശുപത്രി കിടക്കുകളിലും പ്രയാസങ്ങളിലും കഴിയുന്ന മക്കളെ അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ. ഞെരുക്കത്തിലിരിക്കുന്നവരോട് കരുണയുണ്ടാകണമേ. മാനസിക സംഘർഷങ്ങളിലും പ്രയാസങ്ങളിലുമായിരിക്കുന്നവരെ കരുണയോടുകൂടി കടാക്ഷിക്കണമേ. ദൂരെ യാത്ര ചെയ്യുന്നവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവെ, വിദൂര സ്ഥലങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും സ്നേഹിതരുമായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. സമാധാനത്തോടെയും സന്തോഷത്തോടെയും അവിടുന്ന് അവരെ മടക്കി വരുത്തണമേ. മരണവേദനയിലും മരണദുഃഖത്തിലും ഇരിക്കുന്ന അനേകരുണ്ടല്ലോ. കർത്താവെ, അവിടുന്ന് അവർക്ക് ആശ്വാസത്തിൻ്റെ പനിമഞ്ഞ് നിറയ്ക്കണമേ. കാൽവറിയുടെ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന കന്യക മറിയാമിന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രത്യാശയും കൃപകളും ചൊരിഞ്ഞു കൊടുത്തതുപോലെ കർത്താവെ, അവിടുത്തെ വലിയ കൃപാവരങ്ങൾ മരണവേദനയിലിരിക്കുന്നവർക്ക് ആശ്വാസത്തിൻ്റെ പനിമഞ്ഞ് തെളിച്ച് ബലപ്പെടുത്തിക്കൊള്ളണമേ. പ്രാർത്ഥനയിൽ കർത്താവെ, തിരുമുൻപാകെയായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മ നൽവരങ്ങൾ അവിടുന്ന് എല്ലാവർക്കും ചൊരിഞ്ഞു കൊടുക്കണമേ. അടുത്ത തലമുറകളെ വാഴ്ത്തണമേ. വളർത്തിക്കൊള്ളണമേ. സഭയോടും ദൈവത്തോടുള്ളതായിരിക്കുന്ന ആത്മാർത്ഥതയും കൃപകളും അവിടുന്ന് അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണമേ. ഞങ്ങളുടെ എല്ലാം മരിച്ചു പോയവരെ ഇമ്പങ്ങളുടെ വർഗീസയിൽ ആശ്വസിപ്പിക്കണമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നൽകി ഇമ്പങ്ങളുടെ വർഗീസ അവിടുന്ന് അവർക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മയുടെയും സകല ശുദ്ധിമാന്മാരുടെയും മധ്യസ്ഥത കാവലാകണമേ. അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഒരു നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അർമ്മങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇതോടുന്ന് ആ രാജ്യവും ശക്തിയും മാത്രവും നീക്കണക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാണ്. എൻ്റെ ദുരഫലമായ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധമുള്ള നീകവർത്ത് മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ അവരുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
ദൈവനാമം മഹത്വപ്പെടട്ടെ. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ ബൈബിൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നത്. പള്ളിയുടേതായിട്ടുള്ള ചില സാഹചര്യങ്ങളും തിരക്കുകളും ഒക്കെ വന്നതുകൊണ്ടാണ് അത് തുടർന്നു കൊണ്ട് പോകുവാനായിട്ട് കഴിഞ്ഞ നാളുകളിൽ കഴിയാതെ പോയി. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതായിരിക്കുന്ന പുസ്തകം ദിനവൃത്താന്ത പുസ്തകങ്ങളാണ്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയാണ്. അനുദിന സംഭവ പരമ്പരകളുടെ വിവരണമാണ് ഈ പുസ്തകം. നമ്മളെന്ന് പറഞ്ഞല്ലോ, ദിനവൃത്താന്തം, ഡെയിലി റൊട്ടീൻസ് ആണ്. ഓരോ ദിനങ്ങളുടെയും ഓരോ വൃത്താന്തങ്ങൾ. അതായത് ഈ ജനം അടിമത്തത്തിന്റെ നാടുകളിൽ നിന്ന് തിരിച്ചു വന്നതായിരിക്കുന്ന ആ ഒരു സമയം മുതലുള്ള അവരുടെ അനുദിന ജീവിതത്തിൻ്റെതായിരിക്കുന്ന ഒരു വിവരണം. എന്നാൽ ഇതേ വിവരണം തന്നെയാണ് മറ്റ് രാജാക്കന്മാരുടെ പുസ്തകത്തിലും ശമൂവേലിന്റെ പുസ്തകത്തിനകത്തൊക്കെ കിടക്കുന്നത്. പക്ഷേ അത് എക്സൈലിന് മുൻപുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് അവരുടെ എക്സൈലിന് ശേഷമുള്ളതായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ്. പ്രവാസത്തിന് ശേഷം ജന്മനാട്ടിൽ മടങ്ങി എത്തിയിട്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നതായിരിക്കുന്ന ഒരു കാഴ്ച, പ്രവാസത്തിന് ശേഷമുള്ളതായിരിക്കുന്ന ഒരു കാഴ്ചയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കഴിഞ്ഞ നാളുകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഓരോ ദിനങ്ങളുടെയും ചേർത്ത് വെച്ച് ഈ പുസ്തകം പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ അനുദിന സംഭവങ്ങളെ കുറിച്ച് എഴുതുന്നതായിരിക്കുന്ന ഒന്നാണ് ഈ പുസ്തകങ്ങൾ എന്നുള്ളതാണ് ഇതിന്റെ ഹീബ്രു പദത്തിന്റെ അടിസ്ഥാനം. പിതാക്കന്മാരുടെ എഴുത്തുകൾ അനുസരിച്ച് എക്സൈൽ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്നതായിരിക്കുന്ന എസ്രായുടെ നേതൃത്വത്തിലാണ്, എസ്രായാണ് ദിനവൃത്താന്ത പുസ്തകത്തിന്റെ കർത്താവെന്ന് പിതാക്കന്മാരുടെ എഴുത്തുകൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ കാലം BC 538 എന്നുള്ളതാണ് ഏകദേശം ഒരു കണക്കാക്കിയിരിക്കുന്നത്. 2 ദിനവൃത്താന്ത പുസ്തകങ്ങളാണുള്ളത്. അതിലൊന്ന് ദിനവൃത്താന്ത പുസ്തകങ്ങളുടെ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 9-ാം അധ്യായം അവസാനിക്കുന്നത് വരെയുള്ളത് വംശാവലിയെക്കുറിച്ചുള്ള വിവരണമാണ്. തലമുറകളിലൂടെയുള്ള ബന്ധങ്ങൾ, അബ്രഹാം മുതലുള്ളതായിരിക്കുന്ന വംശാവലിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ. 9-ാം അധ്യായം കഴിഞ്ഞ് 10-ാം അധ്യായം മുതൽ 29-ാം അധ്യായം വരെ പ്രതിപാദിക്കുന്നത് ദാവീദ് രാജാവിനെ കുറിച്ചാണ്, ദാവീദിന്റെ ഇടപെടലുകളെ കുറിച്ചാണ്, രാജാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്, ദൈവത്തിന്റെ പേടകത്തെക്കുറിച്ചുള്ള വിവരണമാണ്, ഇസ്രയേൽ രാജ്യങ്ങളുടെ ഇടയിലുള്ള ദൈവഭവനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ആ ഭാഗങ്ങളെല്ലാം തന്നെ വിവരിക്കുന്നത്. 2 ദിനവൃത്താന്ത പുസ്തകങ്ങളിലേക്ക് കിടക്കുമ്പോഴേക്കും 1 മുതൽ 9-ാം അധ്യായം കഴിയും വരെ പരാമർശിക്കുന്നത് ശലോമോനെ കുറിച്ചാണ്. ശലോമോന്റെ ആധിപത്യം, ശലോമോന്റെ ദേവാലയ നിർമ്മാണം, ശലോമോന്റെ പ്രാർത്ഥന, ഇതെല്ലാമാണ്. വീണ്ടും 10-ാം അധ്യായം മുതൽ ആ പുസ്തകം അവസാനിക്കുന്നത് വരെയുള്ള 36-ാം അധ്യായം വരെ പ്രതിപാദിക്കുന്നത് രാജാക്കന്മാരെ കുറിച്ചാണ്. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പഠിച്ച അതേ പേരുകൾ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. രഹോബയാം, അബിയ, ആസ, യഹോശാഫാത്ത്, യോഥാം, അത്താലിയ, അമസ്യ, അങ്ങനെ അവസാന രാജാക്കന്മാരുടെ ഇടയിലേക്ക് എത്തുന്നത് വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ പരാമർശിക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1 ദിനവൃത്താന്തവും 2 ദിനവൃത്താന്തവും വളരെ എളുപ്പമാണ്. കാരണം മുൻ പുസ്തകങ്ങളിൽ പ്രതിപാദിച്ച അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം രചിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉള്ളതായിരിക്കുന്ന ഒന്ന്. പ്രത്യേകിച്ച് ആദാം മുതൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവർ വരെയുള്ള വംശാവലിയാണ് ആദ്യത്തെ 9 അധ്യായങ്ങളിൽ വിവരിക്കുന്നത്. ആദാം മുതൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവർ വരെ. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ വംശാവലി ഏതാണെന്ന് ചോദിച്ചാൽ ഈ പുസ്തകമാണ്. 1 ദിനവൃത്താന്ത പുസ്തകങ്ങളുടെ 1-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെയുള്ളതായിരിക്കുന്ന വംശാവലി. ഏകദേശം 24 വംശാവലിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ വംശാവലിയായിട്ടുള്ള വിവരണങ്ങൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ നിർത്തിയതായിരിക്കുന്ന ക്ലാസ്സിലൊന്ന് ഡിവൈഡ് ചെയ്ത് പറഞ്ഞിരുന്നു. 1 ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 27 വരെ ആദാം മുതൽ അബ്രഹാം വരെയുള്ള വംശാവലിയാണ്. 1-ാം അധ്യായത്തിന് 1 മുതൽ 27 വരെ. 1-ാം അധ്യായത്തിന്റെ 28 മുതൽ 54 വരെ അബ്രഹാം മുതൽ ഇസ്രായേൽ വരെയുള്ളതായിരിക്കുന്ന വംശാവലിയാണ്. 1-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള ഭാഗങ്ങൾ. 2-ാം അധ്യായം ആരംഭിക്കുന്നത് യൂദായുടെ സന്തതികളെ കുറിച്ചുള്ള വിവരമാണ്. 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ളതായിരിക്കുന്ന ഭാഗങ്ങളിൽ യൂദാ മുതൽ ദാവീദ് വരെയുള്ളതായി
ഉള്ളതായിരിക്കുന്ന, അതായത് യഹൂദ മുതൽ ദാവീദ് വരെയുള്ള സന്തതി പരമ്പരകളുടെ വംശാവലിയാണ് ഒന്ന്. പുസ്തകം രണ്ടാം അധ്യായം, സെക്കൻഡ് ചാപ്റ്റർ പൂർണ്ണമായിട്ട് വിവരിക്കുന്നത് വിവരിക്കുന്നത് ദാവീദിന്റെ കുടുംബത്തെ കുറിച്ച് സൗണ്ട് ഭയങ്കര ബ്രേക്കിംഗ് ായിരിക്കുന്ന ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ കേക്കാം. കുറെ നേരമായിട്ടൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. നമ്മുടെ കുഴപ്പമാണെന്ന് അറിയില്ലല്ലോ. അല്ലല്ല, ഇവിടുത്തെ കുഴപ്പം. ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നത് ദിനവൃത്താന്ത പുസ്തകങ്ങൾ 1 മുതൽ 9-ാം അധ്യായത്തിന്റെ 31 വരെയുള്ള ഭാഗങ്ങളാണ്. ഒറ്റ വാക്കിൽ പറയാം, ഇത്രയുള്ള വംശാവലിയെ കുറിച്ചുള്ള വിവരണങ്ങൾ മാത്രമാണത്. അതിൽ നമ്മൾ പരിചയമുള്ള കുറെ പേരുകളുണ്ട്. ഇതിനു മുൻപത്തെ 1 ശമൂവേൽ, 2 ശമൂവേൽ, 2 രാജാക്കന്മാർ പുസ്തകങ്ങളിലുള്ളതായിരിക്കുന്ന പേരുകളുടെ ഒരു നീണ്ട നിരയെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. പ്രത്യേകിച്ച് ആദാം മുതൽ അബ്രഹാം വരെ, അബ്രഹാം മുതൽ പിന്നീട് ഗോത്രപിതാവായിരിക്കുന്ന യാക്കോബ് വരെ, യാക്കോബിന്റെ തലമുറകളിൽ പെട്ടതായിരിക്കുന്ന 12 മക്കളുടെ ഗോത്ര വിവരണങ്ങളിൽ ഓരോ തലമുറകളുടെയും മക്കളെ കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന പരാമർശങ്ങൾ, 12 ഗോത്രപിതാക്കന്മാരുടെയും മക്കളെ കുറിച്ചുള്ള ഇന്നയാളുടെ മകൻ ഇന്നയാള് എന്നുള്ളതായിരിക്കുന്ന വിവരണങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും ദീർഘമായിരിക്കുന്ന വംശാവലിയാണ് 1 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തുടങ്ങി 9-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം വരെയുള്ളതായിരിക്കുന്ന ഏറ്റവും ദീർഘമായിരിക്കുന്ന വംശാവലി. ആദാം തുടങ്ങി, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ആദാം തുടങ്ങി ഇസ്രയേലിലെ രാജാക്കന്മാർ എത്തുന്നത് വരെയുള്ളതായിരിക്കുന്ന വംശാവലി വളരെ ഭംഗിയായിട്ട് പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുള്ളതായിരിക്കുന്ന പുസ്തകമാണ് ദിനവൃത്താന്തം.
ദിനവൃത്താന്തം ഓരോ ദിവസത്തെയും കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് അതിൽ പരാമർശിക്കുന്നത് ഇതിനു മുൻപ് പരാമർശിച്ച കാര്യങ്ങളാണെങ്കിലും ജനം ബാബിലോണിലെ അടിമത്തത്തിൽ നിന്ന് മടങ്ങി എത്തിയതിന് ശേഷമുള്ള അവരുടെ കാഴ്ചപ്പാടിലുള്ള നോട്ടങ്ങളാണ് വന്നിരിക്കുന്നത്. അതായത് കോവിഡ് കാലത്തിന് മുൻപും കോവിഡ് കാലത്തിന് ശേഷം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഓരോ കാലഘട്ടത്തിന് ശേഷം നമ്മൾ ആ കാലഘട്ടത്തെ കുറിച്ച് നോക്കുമ്പോൾ കുറേയും കൂടി നന്ദി സൂചകമായിട്ടാണ് നോക്കുന്നത്. ആ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്താണ്, പ്രയാസങ്ങളാണല്ലോ, വേദനയാണല്ലോ, കഷ്ടപ്പാടുകളൊക്കെ ആണല്ലോ എന്ന്. പക്ഷെ ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ദൈവം നടത്തിയതായിരിക്കുന്ന വഴികളെ കുറിച്ച് വളരെ അവിസ്മരണീയമായിരിക്കുന്ന എന്താ പറയുന്ന അത്ഭുതങ്ങളുടെ വഴികളെ കുറിച്ച് നമുക്ക് നോക്കിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 9-ാം അധ്യായത്തിന്റെ 31 വരെയുള്ളതായിരിക്കുന്ന വംശാവലിയിൽ ഓരോ വ്യക്തികളെ കുറിച്ചും നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വ്യക്തികളെ കുറിച്ചും കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വേണമെങ്കിൽ ഒരാളുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിനകത്ത് യാബസ് എന്ന ഒരാളെ കാണുന്നുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുന്നത് സ്നേഹിതന്മാരെക്കാൾ അയാൾ ശ്രേഷ്ഠനാണെന്നുള്ളതാണ്. മോർ ഓണറബിൾ ദാൻ ഹിസ് ബ്രദേഴ്സ് എന്നുള്ളത്. തന്റെ സഹോദരങ്ങളെക്കാൾ അദ്ദേഹം കുറെ കൂടി ശ്രേഷ്ഠനാണ്. ദൈവത്തിന്റെ കണ്ണിലുള്ളതായിരിക്കുന്ന നോട്ടമാണ്. അവരുടെ എക്സൈല് കഴിഞ്ഞ് പ്രവാസത്തിന് ശേഷം മടങ്ങി വന്നിട്ടുള്ളതായിരിക്കുന്ന നോട്ടത്തിൽ ചില മാറ്റങ്ങളൊക്കെ കാണുകയാണ്. അത് ഓരോ വ്യക്തികളെയും, മിക്ക വ്യക്തികളെ കുറിച്ചും അവിടെ ചില പരാമർശങ്ങൾ ഒറ്റ വാക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു പക്ഷേ 1 ശമൂവേലിന്റെയും 2 ശമൂവേലിന്റെയും രാജാക്കന്മാരുടെയും പുസ്തകങ്ങളിൽ ഇല്ല. പക്ഷേ ഇവിടെ ഇത് വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1-ാം അധ്യായം 1 മുതൽ 9-ാം അധ്യായം അവസാനിക്കുന്നത് വരെയുള്ള ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ദീർഘമായിരിക്കുന്ന വംശാവലി ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ആ വംശാവലിയുടെ ഹെഡിങ്സ് മാത്രം ഒന്ന് പോവുകയാണെങ്കിൽ 1-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് ആദാം തുടങ്ങി അബ്രഹാം വരെയുള്ളതും അബ്രഹാം മുതൽ യാക്കോബ് വരെയുള്ളതായിരിക്കുന്ന വംശാവലിയാണ്. 2-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് യഹൂദായുടെ പരമ്പര തുടങ്ങി ദാവീദ് വരെയുള്ളതായിരിക്കുന്ന പരമ്പരയെ കുറിച്ചാണ്. 3-ാം അധ്യായത്തിൽ ഇസ്രായേലിലെ 2-ാമത്തെ രാജാവായിരിക്കുന്ന ദാവീദിന്റെ വംശാവലിയാണ്. 4-ാം അധ്യായത്തിൽ യഹൂദായുടെ മറ്റു മക്കളെ കുറിച്ചുള്ള പരാമർശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 5-ാം അധ്യായത്തിൽ 3 വംശാവലിയാണ് കൊടുത്തിരിക്കുന്നത്. 1 രൂബേൻ ഗോത്രത്തിന്റെ, 2 ഗാദ് ഗോത്രത്തിന്റെ, 3 മനശ്ശയുടെ പകുതി ഗോത്രത്തിന്റെ. 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുരോഹിത ഗോത്രമായിരിക്കുന്ന ലേവി ഗോത്രത്തിലെ 3 കുലങ്ങളെ പ്രധാനമായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. കൊഹാത്ത്, മെറാറി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പുസ്തകങ്ങളിൽ പഠിച്ചതാണ്. അത് കുറേയും കൂടി വിശാലമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. 7-ാം ഗോത്രം മുതൽ 8-ാം ഗോത്രം അവസാനിക്കും വരെ, അതായത് 9-ാം ഗോത്രം ആരംഭിക്കും, 9-ാം അധ്യായം ആരംഭിക്കുന്നത് വരെ മറ്റു ഗോത്രങ്ങളെ കുറിച്ചുള്ള കോമൺ ആയിട്ടുള്ള പരാമർശങ്ങളാണ്, അവരുടെ തലമുറകളെ കുറിച്ചാണ് നടത്തിയിരിക്കുന്നത്. 9-ാം അധ്യായത്തിനകത്ത് യെറൂശലേം നിവാസികളെ കുറിച്ചും ശൗൽ രാജാവിനെ കുറിച്ചുമുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് 9-ാം അധ്യായത്തിനകത്ത് പരാമർശിക്കുന്നത്. അങ്ങനെ ഈ 1-ാം അധ്യായം മുതൽ 9-ാം അധ്യായത്തിന്റെ അവസാനം വരെ ഈ വംശാവലിയെ കുറിച്ച് പ്രതിപാദിക്കുകയാണ്. 10-ാം അധ്യായം ആരംഭിക്കുന്നത് ശൗലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങളുമായിട്ടാണ്. ഇതേ ചാപ്റ്ററുകൾ നമ്മൾ ഇതിനു മുൻപ് പല പുസ്തകങ്ങളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേ ബുക്ക് പലയിടങ്ങളിലും വേദപുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ പുസ്തകവും ശമൂവേലിന്റെ പുസ്തകത്തിനകത്തും ഇതിന്റെ റെപ്പറ്റീഷൻ പല ഭാഗങ്ങളിലായിട്ട് കാണുന്നുണ്ട്. 10-ാം അധ്യായത്തിനകത്ത് ശൗലിന്റെ മരണത്തെ കുറിച്ചാണ് കാണുന്നത്. ശൗലിന്റെ 3 മക്കൾ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. ശൗലിന്റെ 3 മക്കളെ കുറിച്ച് നമുക്കറിയാം. 1 ദാവീദിന്റെ ആത്മമിത്രമായിരുന്ന യോനാഥാൻ, പിന്നീട് അമീനാദാബ്, മറ്റൊരാൾ മൽക്കിശുവ. അങ്ങനെ ഈ 3 പേരും കൊല്ലപ്പെടുകയാണ്. ശൗലിന് യുദ്ധത്തിൽ പരാജയപ്പെടുമെന്നുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴേക്കും സ്വയമായിട്ട് ശൗല് മരണത്തെ സ്വീകരിക്കുകയാണ്. ഒരു ആത്മഹത്യയിലൂടെ ഭൃത്യന്റെ വാളിലേക്ക് ശൗല് എടുത്തു ചാടി. അങ്ങനെ ജീവിതത്തെ നശിപ്പിക്കുന്നതായിരിക്കുന്ന ശൗല് സ്വയം വാളിലേക്ക് ചാടുകയാണ്. ഈ ഭാഗം പരാമർശിക്കുമ്പോൾ മറ്റു പുസ്തകങ്ങളിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ശൗലിന് മരണം വന്നു എന്നുള്ളത് അത് ഈ പുസ്തകത്തിലാണ് പരാമർശിക്കുന്നത്. ശൗല് മരിച്ച കാര്യമൊക്കെ മറ്റു പുസ്തകങ്ങളിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും ശൗലിന്റെ മരണത്തിന്റെ ചില കാരണങ്ങൾ 10-ാം അധ്യായത്തിന്റെ 13, 14 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ ശൗല് യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും, 2 യഹോവയുടെ വചനം പ്രമാണിക്കാകയിലും, 3 വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. ഒന്നാർത്തെ ശൗലിന്റെ മരണത്തിന്റെ കാരണങ്ങൾ
മറ്റു പുസ്തകങ്ങളിൽ വിവരിച്ചിട്ടില്ല. ശൗല് കൊല്ലപ്പെട്ടത് വിവരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പുസ്തകങ്ങളിൽ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്നിട്ടാണ് അവർ എഴുതുന്നത്. പ്രവാസത്തിന് ശേഷം 70 വർഷക്കാലത്തെ അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം അവർ നോക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചില കാരണങ്ങൾ ശൗലിന്റെ ജീവിതത്തിൽ വന്നു. ചിലപ്പോൾ കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഒരു ഡിഫോൾട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നത്. ചിലപ്പോൾ കുറെ കാലങ്ങൾ കഴിയും. നമ്മുടെ ലൈഫൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അടുത്ത തലമുറയായിരിക്കും എന്തുകൊണ്ട് ഒരു നാശം വന്നു എന്നുള്ളത് കാണുന്നത്. ചിലപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യമായി തീരും. എന്തുകൊണ്ടൊരു നാശം വന്നു? എന്തോ ഒരു കാരണമുണ്ട് അതിന്റെ പിന്നിൽ. ആ കാരണം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ അതിപ്രാധാന്യമായിരിക്കുന്ന ഒന്ന്. ഇവിടെ എന്താ 3 കാരണങ്ങൾ കണ്ടെത്തുകയാണ്. ഒന്ന്, ശൗല് യഹോവയോട് ചെയ്ത ഒരു അതിക്രമം, ദൈവത്തോടുള്ളതായിരിക്കുന്ന അതിക്രമം. 2, യഹോവയുടെ വചനം പ്രമാണിക്കാതെ ഇരുന്നു. 3, വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചു. ഇങ്ങനെ ചില കാരണങ്ങൾ നമ്മുടെ ലൈഫിനകത്തും ഉണ്ടാകും. ചില താറുമാറായി പോകുന്നതായിരിക്കുന്ന ചില വേളകളിൽ നമ്മളതൊന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ഇസ്രായേലിലെ 1ാമത്തെ രാജാവ് മരണപ്പെടുമ്പോൾ ആത്മഹത്യയായിരുന്നാലും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ടാണ് വേദപുസ്തകം അവതരിപ്പിക്കുന്നത്. അദ്ദേഹം മരിച്ചു. 10-ാം അധ്യായം 13-ാം വാക്യം, വേദപുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 10-ാം അധ്യായം 13-ാം വാക്യം ഇങ്ങനെയാണ്: 7 ദിവസം ശൗലിന്റെ മൃതദേഹത്തെ സംസ്കരിച്ചതിന് ശേഷം ഈ ജനം ഉപവസിക്കുകയാണ്. നമ്മളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എന്തിനാണ് മരിച്ചതിന് ശേഷമുള്ളതായിരിക്കുന്ന ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ എന്നുള്ളത്. എല്ലാത്തിനും ഒരു കണക്കുണ്ട്. ഇവിടെ ഇതാ ഈ ജനം 7 ദിവസം ശൗലിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. പഴയ നിയമത്തിന്റെ താളിൽ നമ്മൾ കാണുന്നുണ്ട് 30 ദിവസം ഉപവസിച്ചവരും 40 ദിവസം ഉപവസിച്ചവരും. അബ്രഹാമിന്റെ മരണത്തിന് ശേഷം, മോശയുടെ മരണത്തിന് ശേഷം ഒക്കെ അവരവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ചവരുണ്ട്. ഇവിടെ ഇതാ ശൗലിന് വേണ്ടി ഉപവാസം എടുക്കുന്നതായിരിക്കുന്ന ഒരു യാബേശ് നിവാസികൾ. അവര് ശൗലിന് വേണ്ടി 7 ദിവസം ഫാസ്റ്റിംഗ് എടുക്കുകയാണ്. നമ്മൾ നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ചില ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിന് പിന്നിലൊക്കെ വേദപുസ്തകത്തിലെ ചില അടിസ്ഥാനങ്ങളുണ്ട്. 10-ാം അധ്യായം 13-ാം വാക്യം ശൗലിന് വേണ്ടി ആ ജനം പ്രാർത്ഥിച്ചതായിരിക്കുന്ന പ്രാർത്ഥനകളാണ്. 11-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദാവീദ് രാജാവാകുന്നതിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. നമ്മൾ ഇതേ ചാപ്റ്ററുകൾ ഇതിനു മുൻപത്തെ പുസ്തകങ്ങളിൽ കണ്ടിട്ടുള്ളതാണല്ലോ. ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ശമൂവേലിന്റെ കൈകളിലൂടെ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ദാവീദ്, എന്നാൽ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് എടുക്കുന്നത് എങ്ങനെയാണ്? 11-ാം അധ്യായം 5-ാം വാക്യം, ദാവീദ് ഒരു കോട്ട പിടിച്ചെടുത്തു. ദാവീദ് പിടിച്ചെടുത്ത കോട്ടയാണ് സിയോൻ കോട്ട. ആ കോട്ടയ്ക്ക് പിന്നീട് 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് നമ്മൾ പരാമർശിക്കുന്നത്: ദാവീദിന്റെ നഗരം എന്ന് പേരായി. സിയോൻ കോട്ട ദാവീദിന്റെ നഗരം എന്ന് പേരായി. സിയോൻ കോട്ട ദാവീദ് പിടിച്ചെടുത്തു. ദാവീദ് എവിടെ താമസിച്ചു? ആ നഗരത്തിന് ദാവീദിന്റെ നഗരം എന്ന് പേരായി. നിങ്ങൾ എവിടെയെങ്കിലും നമ്മുടെ മൈൻഡിനകത്തേക്ക് ഓർമ്മ വരുന്നുണ്ടോ? സിയോൻ കോട്ടയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഓർമ്മ വരുന്നത്, പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആ ദുഃഖവെള്ളിയാഴ്ചയിലെ പാട്ടായിരിക്കും, അല്ലെങ്കിൽ ആ വേഡിങ്സ് ആയിരിക്കും. സഹിയോൻ കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ താൻ തന്റെ സ്ലീബായെ തോളിൽ വഹിച്ചു. സിയോൻ കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ താൻ തന്റെ സ്ലീബായെ തോളിൽ വഹിച്ചു. എന്റെ പാട്ടും ഏകദേശം അങ്ങനെ തന്നെയാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ലീബായെ തോളിൽ താങ്ങി കോട്ടയെ വിട്ട് പുറപ്പെട്ടാൻ നെടുവീർപ്പോട് നിലവിളി കൂട്ടി, അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ ഓർക്കണം, ഇവിടെ ഇത് ഈ കോട്ട ദാവീദിന്റെ കോട്ടയാണ്. പഴയ നിയമത്തിൽ ഇത് ഈ ഭാഗം പരാമർശിച്ചിരിക്കുന്നത് ദാവീദ് ആ കോട്ട പിടിച്ചെടുത്തു. ആ കോട്ട സിയോൻ കോട്ട ദാവീദ് പിടിച്ചെടുത്തു. അവിടെ ദാവീദ് താമസിച്ചു. അത് ദാവീദിന്റെ നഗരം എന്ന് അറിയപ്പെട്ടു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് വളർന്ന ആ കുലത്തിൽ നിന്ന് വന്നതായിരിക്കുന്ന ക്രിസ്തു ദാവീദിന്റെ കോട്ടയിൽ നിന്ന് പുറപ്പെടുകയാണ്. എന്തിനു വേണ്ടിയെന്നോ? കഷ്ടാനുഭവത്തിൻ്റെതായിരിക്കുന്ന ആ നാളുകളിൽ. സഹിയോൻ കോട്ടയുടെ ഉള്ളിൽ നിന്ന് അവൻ പുറപ്പെട്ടപ്പോൾ തന്റെ സ്ലിബായെ തോളിൽ വഹിച്ചു. ഇത് തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട്. പഴയ നിയമത്തിൽ ദാവീദ് രാജാവായതിനു ശേഷം പിന്നീട് ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ക്ലേശ കലുഷിതമായിരിക്കുന്ന ജീവിതത്തിന്റെ സഹന അന്തരീക്ഷങ്ങളിലൂടെ പോകുന്നുണ്ട്. പക്ഷെ ദാവീദിന്റെ കൂടെ ഈ ഭാഗം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ്. 11-ാം അധ്യായം 9-ാം വാക്യം, 11-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെയാണ്: യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്ക് മേൽ പ്രബലനായി തീർന്നു. യഹോവ ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിന്റെ താളിൽ നമ്മുടെ കർത്താവ് സഹിയോൻ കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് ജനത്തിന്റെ പാപമോചനത്തിന് വേണ്ടി കുരിശു വഹിച്ചുകൊണ്ടാണ്. പക്ഷെ സ്വർഗത്തിലെ ദൈവം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് സഞ്ചരിച്ചതായിരിക്കുന്ന വഴികളിൽ കൂടി പിന്നീട്
ദാവീദിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടതായിരിക്കുന്ന ക്രിസ്തു സഞ്ചരിക്കുകയാണ്. ദാവീദ് തന്റെ മകനായിരിക്കുന്ന അബ്ശാലോം തന്റെ നേരെ തിരിഞ്ഞപ്പോൾ, തന്റെ പ്രാണസ്നേഹിതനായിരിക്കുന്ന അഹീതോഫൽ തിരിഞ്ഞപ്പോൾ ദാവീദ് ഉപയോഗിക്കുന്നതായിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണല്ലോ, എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാലിൽ ഉയർത്തിയിരിക്കുന്നു. ഇതേ വാക്കാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് അപ്പം നുറുക്കുന്നതായിരിക്കുന്ന ആ രാത്രിയിൽ പറയുന്നത്, എന്റെ കൂടെ പാനപാത്രത്തിൽ താലത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. എന്നിട്ട് അടുത്ത സെന്റൻസ് ഇങ്ങനെയാണ്, ദാവീദ് പറഞ്ഞതായിരിക്കുന്ന അതേ വാക്ക് പരാമർശിക്കുകയാണ്, എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. ആര്? ദാവീദിന്റെ കാലത്ത് എഴുതിയിരിക്കുന്നത് പോലെ. അതുകൊണ്ടാണ് ദാവീദ് പിന്നീട് ഒലിവ് മലയുടെ ചെരുവുകൾ കയറി ആ പീഠാനുഭവത്തിന്റെ വഴികളിൽ തന്റെ മകൻ തനിക്കെതിരായിട്ട് തിരിഞ്ഞപ്പോൾ, അഹീതോഫൽ തന്റെ പ്രാണസ്നേഹിതൻ തനിക്കെതിരായിട്ട് തിരിഞ്ഞ് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചപ്പോഴൊക്കെ ദാവീദ് ഒലിവുമലയുടെ മുകളിൽ കയറി ഏകാന്തതയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ദാവീദ് ഒറ്റയ്ക്കായി തീർന്നു. അവിടെയൊക്കെ ദാവീദിന്റെ കൂടെ യഹോവയായ ദൈവം ഉണ്ടായിരുന്നു. ഇവിടെയും ഇതുപോലെയാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒലിവുമലയുടെ മുകളിലേക്ക് ആ നിലാവരിച്ചിറങ്ങുന്നതായിരിക്കുന്ന രാത്രിയിൽ നമ്മുടെ കർത്താവ് പോയി പ്രാർത്ഥിക്കുന്ന ചില ഓർമ്മകളൊക്കെ നമുക്ക് ഉണ്ടാവും. അതിനോടനുബന്ധിച്ചാണ് ദാവീദ് യഹോവയായ ദൈവം കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. നമ്മുടെ കർത്താവ് പിതാവായ ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മേൽക്കുമേൽ പ്രബലതയോടുകൂടി വളർന്നു വന്നു. യാതൊരു തകർച്ചയോ തളർച്ചയോ ഒന്നുമില്ലായിരുന്നു. കുരിശുണ്ട്, ജീവിതത്തിനകത്ത് കുരിശ് പിടിച്ചോണ്ട മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ കുരിശിനകത്ത് എടുക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ളതായിരിക്കുന്ന ചില ദൈവകൃപ, എടുക്കാൻ വേണ്ടുന്ന ശക്തി കൊടുക്കുന്ന ഒരു ദൈവകൃപയുണ്ടായിരുന്നു. അതുകൊണ്ട് ഓർക്കണം, ഈ കോട്ട വലിയൊരു പ്രാധാന്യമുള്ളതാണ്. പഴയ നിയമത്തിൽ ദാവീദ് പിടിച്ചെടുത്ത് ദാവീദ് പ്രാർത്ഥിച്ച് ദാവീദ് താമസിച്ചതായിരിക്കുന്ന സഹിയോൻ കോട്ട, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ പരമ്പരയിൽ നിന്ന് വന്നതായിരിക്കുന്ന നമ്മുടെ കർത്താവ് കഷ്ടാനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ആ കോട്ടയിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് തുടർഭാഗം 11-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള 10 മുതലുള്ളതായിരിക്കുന്ന തുടർഭാഗം ദാവീദിന്റെ വീരന്മാരെ കുറിച്ചുള്ള പരാമർശന്മാരാണ്. അതായത് ദാവീദിന് ചില നേരങ്ങളിൽ തകർന്നു പോയപ്പോൾ വീരന്മാരായ ചില മനുഷ്യന്മാർ കൂടെ നിന്നു. നമ്മൾ വായിച്ചാൽ മാത്രം മതി, വീട്ടിലിരുന്ന് ഒന്ന് വായിക്കണം. ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന വീരന്മാർ, അവരുടെ ചില പ്രവൃത്തികളൊക്കെ നമ്മൾ ഇതിനു മുമ്പത്തെ പുസ്തകങ്ങളിൽ കണ്ടിട്ടുണ്ട്. വീരന്മാരും അവരുടെ പ്രത്യേകതകളുമാണ്. 11-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള ഭാഗങ്ങളിൽ ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന വീരന്മാരും അവരുടെ പ്രവൃത്തികളും. 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ശൗലിനെ പേടിച്ച് ദാവീദ് സിക്ലാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒളിവിൽ പാർത്തപ്പോൾ അവന്റെ അടുക്കൽ വന്നവരുടെ, അവനോട് ചേർന്ന് നിന്നവരുടെ ഒരു ലിസ്റ്റാണ്. ഒരു ദീർഘമായിരിക്കുന്ന ഒരു ലിസ്റ്റാണ്. ദാവീദ് ഒളിവിൽ പാർത്തപ്പോൾ പോലും കൂടെ നിന്നവരുടെ ഒരു ലിസ്റ്റ്. വേദപുസ്തകം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം എന്ന് ആണെന്ന് തോന്നുന്നു. സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം, അതിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? യഹോവയുടെ ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. ഈ 18-ാം സങ്കീർത്തനം നമ്മളൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന വീരന്മാർ ദാവീദിനെ സഹായിച്ചതൊക്കെ. ഇവിടെ 12-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉള്ള ഭാഗത്ത് ശൗലിനെ പേടിച്ച് ദാവീദ് സിക്ലാഗിൽ ഗുഹയിൽ പാർത്തപ്പോൾ അവന്റെ അടുക്കൽ വന്നവരുടെ ഒരു ലിസ്റ്റാണ് പരാമർശിക്കുന്നത്. പക്ഷെ ഇവരെ പരാമർശിക്കുമ്പോൾ 18-ാം സങ്കീർത്തനവുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 18-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ്. എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കാരണം എന്തെന്നോ, 12-ാം അധ്യായം 22-ാം വാക്യം. 12-ാം അധ്യായം 22-ാം വാക്യം എങ്ങനെയാണ്? ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ വന്നുകൂടി. ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു. ദൈവത്തിന്റെ സൈന്യം പോലെ നമ്മളെ സഹായിക്കാനൊക്കെ ആളുകൾ പലയിടത്തു നിന്നും വന്നു കൂടുന്നുണ്ട്. പല കാര്യങ്ങളിലും നമ്മുടെ ചില വേദനകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ ഇടയിൽ ആളുകൾ വന്നു കൂടുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ സൈന്യം പോലെ ആകണം. ഇവിടെ ഇതാ ദാവീദിനെ സഹായിക്കാനായിട്ട് വന്നുകൂടിയവരെ ഒറ്റ വാക്കിൽ അടയാളപ്പെടുത്തുന്നത് ആർമി ഓഫ് ഗോഡ് എന്നുള്ളതാണ്. ദൈവത്തിന്റെ സൈന്യം അതുപോലെ ആയി തീർന്നു, ലൈക്ക് ആർമി ഓഫ് ഗോഡ്. അങ്ങനെയെങ്കിൽ അതുകൊണ്ടാണ് 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നത്, എന്റെ ദൈവമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കാരണം ദൈവം അയച്ചതായിരിക്കുന്ന ഒരു സൈന്യം. ദൈവം അയച്ചിട്ട് ചില മനുഷ്യന്മാർ വരും. ജീവിതത്തിന്റെ ചില വേളകളിൽ ദൈവം അയച്ചിട്ട് ചില മനുഷ്യന്മാർ വരും. അത് ദൈവത്തിന്റെ സൈന്യം പോലെയാവും.
12-ാം അധ്യായത്തിന്റെ 23 മുതൽ ദാവീദിന് സഹായവുമായിട്ട് ഹെബ്രോൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നവരെ കുറിച്ചുള്ള നീണ്ട ലിസ്റ്റാണ്. ഹെബ്രോനിൽ ദാവീദ് ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിന് സഹായ ഹസ്തവുമായിട്ട് വന്നവർ. 13-ാം അധ്യായം 1 ദിനവൃത്താന്ത പുസ്തകം 13-ാം അധ്യായം ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവരുവാനുള്ള ആലോചന ദാവീദ് നടത്തുന്നു. അതിനുള്ള ശ്രമം തുടരുന്നു. ദൈവത്തിന്റെ പെട്ടകം നമുക്കറിയാം, ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധം നടന്നപ്പോൾ നമ്മുടെ മൈൻഡിനകത്തേക്ക് ഓർമ്മ വരുന്നത് ഇങ്ങനെയാണ്. ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധം നടന്നപ്പോൾ ഈ പെട്ടകം നഷ്ടമായി പോയി. ഈ പെട്ടകം ദാഗോനിന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അങ്ങനെ ഫെലിസ്ത്യരുടെ കയ്യിലാണ് ഈ പെട്ടകം. ഇത് തിരിച്ചു കൊണ്ടുവരികയാണ്. ഇത് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമം ദാവീദ് നടത്തി. നമ്മളിനി ഈ പുസ്തകങ്ങളിലൊക്കെ മുകളിൽ എനിക്ക് തോന്നുന്നു 1 ദിനവൃത്താന്തം 13-ാം അധ്യായം, 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ മറ്റൊരു പകർപ്പാണ്. 2 ശമൂവേൽ 6-ന്റെ പകർപ്പാണ് 1 ദിനവൃത്താന്തം 13. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ പെട്ടകം കൊണ്ടുവരുന്നതിനോട് അനുബന്ധിച്ച് നമുക്കറിയാം, ഉസ എന്ന് പറയുന്ന മനുഷ്യൻ കൈനീട്ടി ഇത് പിടിക്കാനായിട്ട് നോക്കി. ഉസ മരണപ്പെട്ടു പോയി. അങ്ങനെ ദൈവത്തിന്റെ പെട്ടകം ഓബേദ്-ഏദോം എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് 3 മാസം അവിടെ താമസിച്ചത്. ഓബേദ്-ഏദോമിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചത് നമ്മൾ ഇതിനു മുമ്പ് പരാമർശിച്ചിട്ടുള്ളതാണ്. 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ ഒരു ചെറിയ പകർപ്പാണ് 1 ദിനവൃത്താന്തം 13. 1 ദിനവൃത്താന്തം 14-ാം അധ്യായത്തിന്റെ ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ കാണുകയാണ്. 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായം. 2 ശമൂവേൽ 5-ാം അധ്യായത്തിൽ ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ചെറുതായി കണ്ടിട്ടുണ്ട്. അതായത് ദാവീദിന്റെ മുൻപോട്ടുള്ളതായിരിക്കുന്ന ജീവിതത്തിൽ ദാവീദ് ശത്രുക്കളെ തോൽപ്പിച്ചു. അതായത് വെള്ളം പോലെ ശത്രുക്കളെ തോൽപ്പിച്ചത് കൊണ്ട് ബാൽപെരാസീം എന്ന ഒരു സ്ഥലത്തിന് പേരായി എന്നൊക്കെ നമ്മൾ പഴയ പുസ്തകത്തിൽ പഠിച്ചതാണ്. ബാഘാവൃക്ഷങ്ങൾ, അതൊക്കെ 2 ശമൂവേൽ 5-ാം അധ്യായത്തിനകത്ത് നമ്മൾ കണ്ടതാണ്. 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ ഒരു ചെറിയ മിനി ഫോമാണ് 1 ദിനവൃത്താന്തം 14-ാം അധ്യായം. വീണ്ടും 1 ദിനവൃത്താന്തം 15-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പഠിക്കാൻ വളരെ എളുപ്പം. 2 ശമൂവേൽ 6-ാം അധ്യായം വായിച്ചാൽ മതി. 2 ശമൂവേൽ 6. അതുകൊണ്ട് 2 ശമൂവേൽ 5-ഉം 6-ഉം വായിച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിന്റെ ഒരു പകർപ്പാണ് ഈ 13, 14, 15 അധ്യായങ്ങളിൽ. അതായത് പെട്ടകം കൊണ്ടുവരുവാനായിട്ട് ദാവീദ് ഒരു കൂടാരം ഉണ്ടാക്കി. പെട്ടകം എടുക്കുവാനുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ പറയുന്നു. അത് ലേവ്യരാണ് എടുക്കേണ്ടത്. അങ്ങനെ അതിന് വേണ്ടുന്നതായിരിക്കുന്ന ലിസ്റ്റ് ഇടുന്നു. അങ്ങനെ പെട്ടകം ചുമക്കുവാനുള്ളതായിരിക്കുന്ന തണ്ടുകളിലേക്ക് പെട്ടകം കോർത്ത് കൊണ്ടുവരുവാനുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ ചെയ്യുന്നു. അങ്ങനെ പെട്ടകം 3 മാസം സ്ഥിതി ചെയ്തിരുന്നതായിരിക്കുന്ന ഓബേദ്-ഏദോമിന്റെ ഭവനത്തിൽ നിന്ന് വളരെ ആഘോഷത്തോടു കൂടി ഈ പെട്ടകം കൊണ്ടുവരുന്നു. അത് പെട്ടകം കൊണ്ടുവരുന്നതായിരിക്കുന്ന സമയം നമ്മൾ ഈ പുസ്തകത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 1 ദിനവൃത്താന്തം 15-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം 28, 29 വാക്യങ്ങൾ. ദാവീദ് ഏഫോദ് ധരിച്ചു. അങ്ങനെ ഇസ്രായേലൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും കൈത്താളങ്ങളോടും ധ്വനികളോടും കൂടി കിന്നരവും വീണയും വായിച്ചുകൊണ്ട് യഹോവയുടെ നിയമപ്പെട്ടകം കൊണ്ടുവന്നു. എന്നാൽ യഹോവയുടെ നിയമപ്പെട്ടകം ദാവീദിന്റെ നഗരത്തിലെത്തിയപ്പോൾ ശൗലിന്റെ മകളായ മീഖൾ കിളിവാതിലിൽ കൂടി നോക്കി. ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കണ്ടു. ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. ദാവീദ് പെട്ടകം കൊണ്ടുവരികയാണ്. പെട്ടകം കൊണ്ടുവരുന്നതുമായിട്ട് നമ്മുടെ ആരാധനയിൽ വലിയൊരു ബന്ധമുണ്ട്. പെട്ടകം കൊണ്ടുവരുന്നത് വലിയ ആഘോഷത്തോടു കൂടിയാണ്, വലിയ ഉത്സാഹത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രദക്ഷിണങ്ങളിലൊക്കെ പെട്ടകം കൊണ്ടുവരുന്നതിന്റെ മറ്റൊരു പകർപ്പായിട്ടാണ് നമ്മുടെ എല്ലാ പ്രദക്ഷിണങ്ങളും. വളരെ കാഹളനാദത്തോടു കൂടി, വലിയ ആഘോഷത്തോടു കൂടി ഈ പെട്ടകത്തെ ദാവീദ് കൊണ്ടുവന്നതുപോലെ ഏറ്റവും പുറകിൽ വരുന്നതായിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ രക്ഷാകരമായിരിക്കുന്ന ചില അടയാളങ്ങളെ കൊണ്ടുവരുവാനായിട്ട് വലിയ ആർപ്പോടുകൂടി, ആഘോഷത്തോടു കൂടി നമ്മൾ പ്രദക്ഷിണം നടത്തുകയാണ്. അതുകൊണ്ടാണ് ഈ പെരുന്നാളിന്റെയൊക്കെ പ്രദക്ഷിണത്തിന്റെ ഏറ്റവും പുറകിലാണ് എന്താ പറയുക, മേക്കട്ടിയിൽ പുരോഹിതൻ നിൽക്കുന്നത്. കോഴിക്കോട് നടുക്കായിരിക്കാം അതിന്റെ പശ്ചാത്തലം എനിക്കറിയില്ല. പോകുന്നതായിരിക്കുന്ന വഴി പൊക്കോട്ടെ എന്ന് കരുതിയാണ് അതങ്ങനെ മുൻപോട്ട് നീങ്ങുന്നത്. പക്ഷെ സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ചും വേദപുസ്തകത്തിന്റെ പഠിപ്പിക്കൽ അനുസരിച്ചും ഇത് ഏറ്റവും പുറകിലാണ് ഈ സ്ഥിതി ചെയ്യേണ്ടത്. എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ ദാവീദ് ഏഫോദ് ധരിച്ചു. ഏഫോദ് നമുക്ക് സുപരിചിതമാണ്. പുരോഹിതൻ ധരിക്കുന്നതായിരിക്കുന്ന 10-12 ഗോത്രപിതാക്കന്മാരുടെ പേരെഴുതിയതായിരിക്കുന്ന ഓർമ്മയുടെ പുസ്തകം അടങ്ങിയിരിക്കുന്നതായിരിക്കുന്ന ഏഫോദ്. അതുകൊണ്ടാണ് പുരോഹിതൻ
കാപ്പ ധരിക്കുന്നു. കാപ്പ ധരിച്ചതായിരിക്കുന്ന പുരോഹിതൻ നമ്മുടെ കർത്താവിന്റെ രക്ഷാകരമായിരിക്കുന്ന കുരിശടയാളമുള്ള ഇതെടുക്കുന്നു. ഒരു കാലത്ത് കാത്തലിക് ചർച്ചസിലൊക്കെ പോകുന്നത് പോലെ അവര് ഈ അരുളിക്കയിൽ കൊണ്ടുപോകുന്നത് നമ്മുടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ ഉള്ളതായിരിക്കുന്ന ഒന്നാണല്ലോ. പരിമല തിരുമേനി കുന്നംകുളത്തിലൂടെയും തുമ്പമണ്ണിലൂടെയും വസൂരി രോഗത്തിൻ്റെതായിരിക്കുന്ന നാളുകളിൽ പ്രദക്ഷിണം നടത്തിയപ്പോൾ ഇടസം പാറേട്ടിന്റെ ഒക്കെ എഴുത്തുകളിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പരിമല തിരുമേനി കുർബാന എഴുന്നള്ളിച്ചു എന്നുള്ളതാണ് ഈ പ്രദക്ഷിണമായിട്ട് പോയപ്പോൾ. പിന്നീട് സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ വീണ്ടും കുർബാനയ്ക്ക് പകരം അരുളിക്ക കൊണ്ടുപോകുന്നതായിരിക്കുന്ന ഒരു പതിവ് ഉണ്ടായത്. എന്തുമായിക്കൊള്ളട്ടെ, ഇവിടെ ഇതാ നിയമപ്പെട്ടകം വഹിച്ചുകൊണ്ട് പോകുന്നതായിരിക്കുന്ന ഒരു നഗരമധ്യത്തിലൂടെ നിയമപ്പെട്ടകം വഹിച്ചുകൊണ്ട് പോവുകയാണ്. കൈത്താളങ്ങൾ, ധ്വനികൾ ഇതെല്ലാം ഉണ്ട്. ഇതിനെ കളിയാക്കാനായിട്ട് ദാവീദിന്റെ ഭാര്യ ശൗലിന്റെ മകളായിരിക്കുന്ന മീഖൾ അവൾ കളിയാക്കിയത് ഹൃദയത്തിലാണ്. ആ ഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കിളിവാതിലിൽ കൂടെ നോക്കി ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. ഹൃദയത്തിലാണ് നിന്ദിച്ചത്. പക്ഷെ അതിന് അവളുടെ ജീവിതത്തിനകത്ത് വലിയൊരു ശാപം ലഭിക്കുകയാണ്. ആരും അറിഞ്ഞില്ല അവൾ ഹൃദയത്തിലാണ് നിന്ദിച്ചത്. പക്ഷെ അവൾക്ക് ജീവപര്യന്തം മക്കൾ ഉണ്ടാവുകയില്ല എന്നൊരു ശാപം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരാള് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോലെ ആയിരിക്കില്ല മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നത്. നമ്മള് പ്രാർത്ഥിക്കുന്ന ശൈലിയിലായിരിക്കില്ല. അതുകൊണ്ടാണ് ഹന്ന പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏലി പുരോഹിതൻ ചോദിക്കുന്നുണ്ട്, നീ മദ്യപിച്ചിട്ടുള്ളതാണോ? കാരണം നിന്റെ വായ അനങ്ങുന്നില്ലല്ലോ. പ്രാർത്ഥനയ്ക്ക് പല രീതികളായിരിക്കാം. ഒരാളെയും മറ്റൊരാളെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് നിന്ദിക്കരുത് കേട്ടോ. ചിലപ്പം നമുക്ക് അങ്ങനെ മനസ്സിനകത്ത് തോന്നിയിട്ടുണ്ട്, ഇവരെന്ത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണേന്ന്. എന്തുമായിക്കൊള്ളട്ടെ, അയാൾ പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന പ്രാർത്ഥനാ ശൈലിയെ നിന്ദിക്കാനുള്ള യാതൊരു ഇതും നമുക്കില്ല. അതുകൊണ്ട് ഇവിടെ ഇതാ ഈ പെട്ടകം കൊണ്ടുവരുമ്പോൾ ദാവീദിന്റെ പ്രാർത്ഥനാ ശൈലിയെ, ആ ഒരു രീതിയെ മീഖൾ മനസ്സിൽ നിന്ദിക്കുക ചെയ്തേ. പെട്ടെന്ന് അതൊരു ഇത് ഭാഗമായി മാറി. എന്നാൽ സഭയുടെ ട്രഡീഷൻ അനുസരിച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ നമ്മുടെ കോൺസെൻട്രേഷൻ അതൊരു പക്ഷെ നമ്മൾ കണ്ണടച്ചിട്ടായിരിക്കാം, നമ്മൾ ഇരുന്നു കൊണ്ടായിരിക്കാം. നമുക്ക് മറ്റൊരാളെ വിധിക്കാനുള്ളതായിരിക്കുന്ന ഇതില്ലല്ലോ. ആയതുകൊണ്ട് ആ കാര്യങ്ങളും കോമൺ ആയിട്ട് ഇപ്പൊ പറഞ്ഞു പോയതായിരിക്കുന്ന കൂട്ടത്തിലൂടെ പറഞ്ഞു എന്ന് മാത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ 1 ദിനവൃത്താന്ത പുസ്തകം 1 മുതൽ 10 വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞത് വംശാവലിയാണ്. 10 മുതൽ 15 വരെ പറഞ്ഞത് ദാവീദ് പെട്ടകം കൊണ്ടുവരുന്നതിനോട് അനുബന്ധിച്ചുള്ളതായിരിക്കുന്ന ദാവീദിന്റെ രീതികളാണ്. 15 മുതൽ അടുത്ത ആഴ്ച നമ്മൾ പരാമർശിക്കും. നാളെ പേത്രത്താ ഞായറാണല്ലോ. തിങ്കളാഴ്ച രാവിലെ മുതൽ നോമ്പ് തുടങ്ങുകയാണ്. സത്യത്തിൽ നാളെ വൈകുന്നേരം 6 മണി തൊട്ട് നോമ്പിന്റെ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ തൊട്ടാണ് ഭക്ഷണത്തിൻ്റെതായിരിക്കുന്ന ക്രമീകരണങ്ങളിൽ നോമ്പ് ആരംഭിക്കുന്നത്. എല്ലാവരും ഭംഗിയായിട്ട് നോമ്പെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ദൈവം നമുക്ക് നൽകിയതായിരിക്കുന്ന ഈ നോമ്പുകാലം അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കുവാൻ പ്രാർത്ഥിക്കണം. കുറെ കൂടി എങ്ങനെ നമ്മൾ പാകമായി പരുവപ്പെട്ട് വരാനായിട്ട് പറ്റുമെന്നുള്ളതാണ് നോമ്പുകാലം നമ്മളെ പഠിപ്പിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഈ വീട്ടില് ചോറ് അടുപ്പത്ത് വെച്ചിട്ട് താഴെ തീ കൊടുക്കുന്നത് പോലെയാണ്. കുറെ തീ കൊടുത്തു കഴിയുമ്പം ഈ ചോറ് വേവുന്നത് പോലെ ഒരു ചോറല്ലല്ലോ, അരി അടുപ്പത്തിട്ടിട്ട് താഴെ തീ കൊടുക്കുന്നത് പോലെ, ഇത് പരുവപ്പെടുന്നത് പോലെ ഈ നോമ്പുകാലം സഹനങ്ങളുടെ, ചില പരിത്യാഗങ്ങളുടെ, ഉപവാസങ്ങളുടെ ഒക്കെ തീ താഴെ കൊടുത്തിട്ട് നമ്മളൊന്ന് പരുവപ്പെടുവാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് അനുഗ്രഹപ്രദമായി ഉപയോഗിക്കാൻ നമുക്കിടയാകട്ടെ. നോമ്പിന്റെ എല്ലാ നൽവരങ്ങളും ദൈവം ചൊരിഞ്ഞു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം തലകളെ വണക്കം, പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഈ സന്ധ്യ അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കണമേ. നാളത്തെ ആരാധനയിലേക്ക് ഞങ്ങൾ ഒരുക്കണമേ. കർത്താവെ, നോമ്പുകാലം അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കണമേ. വിശുദ്ധിയോടെ വെണ്മയോടുകൂടി നോമ്പാചരിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ. കർത്താവെ, അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ കാനാവിലെ വിവാഹ വിരുന്നിൽ പ്രവർത്തിച്ചതുപോലെ അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. കുറവുകളെല്ലാം ക്ഷമിക്കണമേ. കർത്താവെ, ശുശ്രൂഷകളിൽ ദൈവാത്മാവിന്റെ കൃപ വ്യാപരിക്കണമേ. സകലതും തിരുനാമ മഹത്വത്തിനാക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. എല്ലാവർക്കും ശുഭരാത്രി. ദൈവം അനുഗ്രഹിക്കട്ടെ.